സാർ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല, ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറയാ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഒരു കാര്യം കൂടെ സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെന്റ് വന്നതിന് മുമ്പ് സാർ, 1ാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് 2ാം പിണറായി ഗവൺമെന്റ് വന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെല്ലാം വകുപ്പ് തിരിച്ച് മന്ത്രിമാർക്ക് ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് തിരിച്ച്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ് സാർ, ഒരു കാര്യം കൂടെ അങ്ങ് മനസ്സിലാക്കാൻ പറയാണ്. കഴിഞ്ഞ 2ാം ഗവൺമെന്റ് വന്നപ്പോൾ വകുപ്പ് തിരിച്ച് ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല. ഇപ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1ാം പിണറായി ഗവൺമെന്റ് വന്നു, 2ാം പിണറായി ഗവൺമെന്റ് വന്നു, 3ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. അതുകൊണ്ട് ആവശ്യമില്ലാതെയൊന്നും ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും സാർ പെട്ടെന്ന് പറയണം എന്താ പോയിന്റ് എന്നുള്ളത്. സാർ, എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ്, ബഡ്ജറ്റ് സെഷനാണ് സാർ. ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് ബഹളം വെക്കാനും ഇറങ്ങിപ്പോകാനും നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട 2 വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് സാർ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിലുള്ള ഫ്രീ ട്രേഡ് സാർ, 10 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന, മറ്റു മേഖലകളിൽ വിലയിടിയുന്ന, ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിന് ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ഇത് ചർച്ച ചെയ്യുന്നില്ല സാർ. ഇവർ പറഞ്ഞു സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ, ധവളപത്രം ഇറക്കണ്ട, ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ. സാർ, ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് സാർ, ഇന്നലെ ആ മഹത്തായ നിയമപരമായ ചാട്ടം കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള പേപ്പർ നോക്കി ഞാനിവിടെ 9:10 നിയമപരമായ ചാട്ടവും അല്ലാത്ത ചാട്ടവും നിയമപരമായി വടിയെടുത്തിട്ട് വാച്ചാൻമാടിനെ അടിക്കുന്ന അടക്കമുള്ള കാര്യം കാണിച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ് സാർ. ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം അവരിത് കൊണ്ടുവരുന്നത്. ആർക്കും അറിയാം, ഞാനതിലൂടെ പറഞ്ഞു സാർ. വഴിയില് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഏതൊരാൾ വന്നാലും ഒരാൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കും, അല്ലാതെ എടുക്കാതിരിക്കുന്നില്ല. പക്ഷേ കെ കരുണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത, ശശി തരൂരിന് കൈ കൊടുക്കാത്ത, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണ വിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എംപിമാരിൽ നിന്ന് പടമെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനെന്താ ഉദ്ദേശമുണ്ട് സാർ? അതുകൊണ്ടാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്.
പ്രതിപക്ഷം ഈ നാട്ടിലേക്ക് Yes, yes, ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നത്. പ്ലീസ് 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 മിനിസ്റ്റർ സാർ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയേണ്ടത് സാർ. ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ? ഇന്ന് 118 അനുസരിച്ച് ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് സാർ? ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലേക്ക് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോര് പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ സാർ. ഞാൻ ഒറ്റ കാര്യം പറയാം. ഡൽഹിയിലെ 10ാം നമ്പർ ജനപഥ റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ? ആരാണ് ഇടിച്ചു നിർത്തിയിരിക്കുന്നത്? കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വോട്ടല്ല. ചോദ്യം നമ്പർ 121